1836 ഒരു ദിവസം മെക്സിക്കോയിലെ ഒരു ഉൾവനത്തിൽ കൂട്ടം തെറ്റിപ്പോയ തങ്ങളുടെ പശുവിനെ തേടി ഇറങ്ങിയ ഒരു കൂട്ടം കർഷകരാണ് ആ കാഴ്ച കണ്ടത്. മരക്കൂട്ടം കുറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ഗുഹയിൽ ഒരു സ്ത്രീ. അവരെ കണ്ട നാട്ടുകാർ അവിടേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. അവരുടെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അതാകട്ടെ ഒരു പെൺകുഞ്ഞും. അത്ഭുതം അതൊന്നും ആയിരുന്നില്ല. ആ കുഞ്ഞിന്റെ മുഖത്തും ദേഹമാസകലവും കറുത്ത് രോമം തിങ്ങി വളർന്നിരുന്നു. നിരയും ആകൃതിയും ഒക്കാത്ത പല്ലുകളും വലിയ ചെവിയും വളർന്നുണ്ടി നിൽക്കുന്ന മൂക്കും ആ കുഞ്ഞിനെ ഒരു കുരങ്ങിനോട് സാമ്യം തോന്നിപ്പിച്ചു. അവർ കണ്ടെത്തിയത് പിൽക്കാലത്ത് പ്രശസ്തയായി മാറിയ ജൂലിയ പസ്ട്രാനയായിരുന്നു. നാടോടികളാൽ തട്ടിയെടുക്കപ്പെട്ട എസ്പിനോല എന്ന സ്ത്രീ തടവിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ ഒപ്പം കൂട്ടിയതാണ് അവളെ. രണ്ടാളെയും വനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ നാട്ടുകാർ അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അവളുടെ രൂപം അവിടെയുള്ളവർക്ക് കൗതുകമായിരുന്നു. മാത്രവുമല്ല, ആരെയും ആകർഷിക്കാൻ തക്കവണ്ണം മനോഹരമായിരുന്നു അവളുടെ സംസാരവും പാട്ടും പെരുമാറ്റവുമെല്ലാം. പതിയെ അവളുടെ പ്രശസ്തി അനാഥാലയത്തിന് പുറത്തേക്കും പരക്കാൻ തുടങ്ങി. നാട്ടിലുള്ളവർ അവളെ കാണാൻ അനാഥാലയത്തിലേക്കെത്തി. അങ്ങനെയിരിക്കെ സ്ഥലത്തെ ഗവർണറും അവളെപ്പറ്റി അറിഞ്ഞു. അദ്ദേഹവും അവളെ കാണാനെത്തി. അവളുടെ നിഷ്കളങ്കമായ രൂപവും പെരുമാറ്റവും അദ്ദേഹത്തെയും ആകർഷിച്ചു. അനാഥാലയത്തിൽ നിന്നും അവളെ ഏറ്റെടുത്ത അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു സഹായിയായി നിയമിച്ചു. തൻ്റെ സന്ദർശകർക്ക് അവൾ ഒരു കൗതുകമായിക്കോട്ടെ എന്ന് അദ്ദേഹം കരുതി. വർഷങ്ങളോളം ഗവർണറുടെ വീട്ടിൽ കഴിഞ്ഞ ജൂലിയ 20-ാം വയസ്സിൽ തിരികെ തൻ്റെ ഗോത്രത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ ഗവർണറുടെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. എന്നാൽ വഴിമധ്യേ ഒരു ചെറുകിട സർക്കസുകാരൻ അവളെ കാണുകയുണ്ടായി. മനുഷ്യരിലെ ജനിതക വൈകല്യങ്ങളും മറ്റും ഒരു കാഴ്ചവസ്തുവായി നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. അവളുടെ രൂപത്തിന്റെ കച്ചവട സാധ്യതകൾ മനസ്സിലാക്കിയ അയാൾ തൻ്റെ സർക്കസിൽ ചേർന്നാൽ അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് പറഞ്ഞ് അവളെ അയാൾ പ്രലോഭിപ്പിച്ചു. അയാൾ പറഞ്ഞതിൽ വിശ്വസിച്ച ജൂലിയ സർക്കസുകാർക്കൊപ്പം ചേർന്നു. അയാൾ അവളെയും കൂട്ടി തൊട്ടടുത്ത രാജ്യമായ അമേരിക്കയിലേക്ക് പോയി. പിന്നീടങ്ങോട്ട് ജൂലിയയുടെ ജീവിതത്തിൽ പ്രശസ്തി വർദ്ധിക്കുകയായിരുന്നു. ന്യൂയോർക്കിലെ ഗോത്തം ഹാളിലായിരുന്നു അവളുടെ ആദ്യകാല പ്രദർശനങ്ങൾ. ചുവന്ന ഉടുപ്പിട്ട് അണിഞ്ഞൊരുങ്ങി സ്പാനിഷ് പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്ന അവളെ കാണാൻ ആയിരങ്ങൾ തിക്കിത്തിരക്കി. അമേരിക്കയിലും കാനഡയിലുമെല്ലാം അവൾ തൻ്റെ സർക്കസ് കമ്പനിക്കൊപ്പം യാത്ര തിരിച്ചു. കുരങ്ങ് സ്ത്രീ, താടിയുള്ള സ്ത്രീ എന്നിങ്ങനെ പല പേരുകളിൽ അവൾ അറിയപ്പെട്ടു. ഇതിനിടയിൽ അവളെ പല ഡോക്ടർമാരും പരിശോധിച്ചു. മനുഷ്യത്വത്തിന് നിരക്കാത്ത കണ്ടെത്തലുകളായിരുന്നു ഏറെയും. ചിലർ അവളെ ഉറാങ് ഉട്ടാങ്ങിന് മനുഷ്യ സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണെന്ന് പ്രഖ്യാപിച്ചു. ചിലർ അവളെ പ്രത്യേകം മനുഷ്യവർഗമാണെന്ന് പറഞ്ഞു. എന്നാൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടത് റെഡ് ഇന്ത്യൻ വർഗത്തിൽപ്പെട്ട മറ്റ് യാതൊരു വൈകല്യങ്ങളുമില്ലാത്ത ഒരു യുവതിയായിരുന്നു എന്നാണ്. മോണയുടെയും താടിയലിൻ്റെയും വലിപ്പവും അമിതമായ രോമവളർച്ചയും അവൾക്ക് വ്യത്യസ്തമായൊരു രൂപം നൽകിയെന്ന് മാത്രം. 1857 അവൾ സർക്കസ് കമ്പനിയിൽ നിന്നും വിട്ടു. അവൾ തിയോഡർ ലെൻഡ് എന്ന മറ്റൊരു അമേരിക്കക്കാരനുമായി ചേർന്ന് സ്വന്തമായി പ്രദർശനങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴേക്കും അവളുടെ പെരുമ യൂറോപ്പിലും എത്തിച്ചേർന്നു. ലണ്ടനിലെ ദ റീജൻ ഗാലറിയിൽ ദിവസേന 3 പ്രകടനം വരെ നടത്തുന്ന രീതിയിൽ ജൂലിയ പ്രശസ്തയായിരുന്നു. സ്വാഭാവികമായും അവളുടെ മാനേജർ ലെൻഡ് ഒരു സമ്പന്നനായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവളിലെ വാണിജ്യ സാധ്യതകൾ അറിയാവുന്ന പല സർക്കസുകാർക്കും അവളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പലരും പല വാഗ്ദാനങ്ങളുമായി അവളെ സമീപിച്ചു. അവളെ നഷ്ടമാകും എന്ന ഭയം ലെൻഡിൽ ഉറവെടുത്തു തുടങ്ങി. അതിനെ അതിജീവിക്കാൻ അയാൾ ഒരു തീരുമാനമെടുത്തു. ഒരു ദിവസം ലെൻഡ് അവളോട് ചോദിച്ചു, "ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ?" ഒരു തരത്തിൽ ജൂലിയയുടെ എല്ലാമായിരുന്നു ലെൻഡ്. താനൊരു കാഴ്ചവസ്തുവായതിനാൽ അവൾക്ക് പുറത്തിറങ്ങി നടക്കാനോ ആളുകളുമായി സമ്പർക്കം പുലർത്താനോ കഴിഞ്ഞിരുന്നില്ല. അവൾക്കങ്ങനെ അധികം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ല. അവളുടെ ജീവിതം ലെൻഡിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. അവൾ അയാളിൽ ആകൃഷ്ടയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ലെൻഡിൽ നിന്നും ഒരു വിവാഹ അഭ്യർത്ഥന വരുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അതുകൊണ്ടൊന്നും ആലോചിക്കാതെ അയാളുടെ വിവാഹ അഭ്യർത്ഥന അവൾ സ്വീകരിച്ചു. അവർ അങ്ങനെ വിവാഹിതരായി. എന്നാൽ ലെൻഡ് ശരിക്കും അവളെ പ്രണയിച്ചിരുന്നു. ലണ്ടന് ശേഷം അവർ റഷ്യയിലേക്കാണ് പോയത്. എല്ലായിടത്തും അവൾക്ക് വൻ വരവേൽപ്പ് ലഭിച്ചു. തിരക്കു പിടിച്ച ദിവസങ്ങൾ. അതിനിടയിൽ ജൂലിയ ഒരു കാര്യം മനസ്സിലാക്കി. താൻ ഗർഭിണിയാണ്. അവൾ അതിരറ്റ് സന്തോഷിക്കുകയും ഒപ്പം പിറക്കാനിരിക്കുന്ന കുട്ടിയുടെ രൂപം എന്തായിരിക്കും എന്നോർത്ത് വ്യാകുലപ്പെടുകയും ചെയ്തു. 1860 അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ പേടിച്ചതുപോലെ അവളുടെ കുഞ്ഞിനും അവളുടേതുപോലുള്ള രൂപമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ആദ്യം കണ്ട അവൾ അവനെ ചേർത്തു പിടിച്ച് കരഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ ഭാവിയും തൻ്റേതുപോലെ ആകുമോ എന്ന് ഭയന്ന് കാണണം. പക്ഷേ അവളുടെ കുഞ്ഞ് 3 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ. ജനിച്ച് 35 മണിക്കൂറിന് ശേഷം
ആ കുട്ടിയുടെ ജീവൻ അപഹരിച്ചു. എല്ലാം കൂടി അവളെ ആകെ തളർത്തി. മാത്രമല്ല, പ്രസവശേഷം അവളുടെ ആരോഗ്യവും മോശമായി. മകന്റെ മരണശേഷം രോഗക്കിടക്കയിലായിരുന്നു അവൾ. ഏതാനും നാളുകൾക്ക് ശേഷം അതേ രോഗാവസ്ഥയിൽ അവൾ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ സന്തോഷത്തോടെ മരിക്കുന്നു, കാരണം ഞാൻ എങ്ങനെ ആയിരുന്നു ആ ഒരു നിമിത്തം കൊണ്ട് തന്നെ എല്ലാവരും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം.